സൂറത്തുൽ മുഅ്മിനൂനൊക്കെ കഴിഞ്ഞല്ലോ. അതെ അതെ, സൂറത്തുൽ നൂറ് നമ്മള് പിന്നെ ഇനി ഓതേണ്ടത് 61-ാമത്തെ ആയത്ത്. 61 അതെ അതെ അതെ, 62-ാമത്തെ ആയത്ത് മുതൽ ഓതേണ്ടത്. ഓതിക്കോളൂ. അതെ അതെ. എന്നെ കാണുന്നോ? എന്റെ പറഞ്ഞു കേട്ടില്ല. എന്നെ കാണുന്നുണ്ടോന്ന്? കാണാം. ഓക്കെ ഓക്കെ. أعوذ بالله من الشيطان الرجيم. അല്ല, ഷൈത്താനി. الرحمن الرحيم. ഷൈത്താനി الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. റാ വരുന്നുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ കേൾക്കുന്നത്. റാ പടക്കുന്ന റാ വരട്ടെ, പടക്കുന്ന മത്തിമാതിരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാവിൻ്റെ ഈ മേൽഭാഗം, നാവിൻ്റെ ഈ മേൽഭാഗം മുൻപല്ലിൻ്റെ ഊന് മോണ നുണ്ണിലേക്ക് തട്ടണം. റാ മുൻപല്ലിൻ്റെ മുകളിലുള്ള നുണ്ണിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه. لم يذهبوا على أمر جامع لم يذهبوا حتى يستأذنوه. على أمر جامع لم يذهبوا. അവിടെ മണിക്കാനില്ലല്ലോ, അവിടെ ദോമ്പിലാകുന്ന തൻവീന് ശേഷം ലാമല്ലേ, മണിക്കരുത്. على أمر جامع لم يذهبوا حتى يستأذنوه. إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله. فأذن لمن شئت منهم واستغفر لهم الله. ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ച് ഓതിയാൽ ക്ലിയർ ആവും. ലിമാ മണിക്കണല്ലോ, ലിമാ ഷിഅ്ത അവിടെ മണിക്കണല്ലോ. സാക്കിന നൂന് ശേഷം ഷീന് വന്നാ മണിക്കണ്ടേ? فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم. അള്ളാഹു എന്ന് പറയുന്ന സമയത്ത് ഇന്നല്ലാഹ വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, അള്ളാഹു എന്നുള്ളത് ലാമാണ്, അള്ളാഹുവിൻ്റെ ഉള്ളിലുള്ള അക്ഷരം ലാമാണ്. അപ്പോൾ ലാമിൻ്റെ സ്ഥലത്തേക്കാണ് തട്ടേണ്ടത്. നാവിൻ്റെ തലഭാഗം മേലെ മുൻപല്ലിൻ്റെ ഊന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻപല്ലിന് തൊട്ട് മുകളിലുള്ള ഊനിലേക്ക് നുണ്ണിലേക്ക് തട്ടണം. അപ്പോഴാണ് ലാമ് വരുന്നത്. പിന്നെ അക്ഷരങ്ങൾ മാറിപ്പോവരുത്. ആ ലാമ് തന്നെയാണ് കനം കൂടുമ്പോൾ ലാമാകുന്നത്. ലാമ് ലാമ്, അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ, അള്ളാഹ് എന്ന നാമത്തിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹോ ലമ്മോ വന്നു കഴിഞ്ഞാലാണ് അള്ളാഹ് എന്ന രൂപത്തിൽ പറയുന്നത്. അപ്പോഴാണ് ലാമിന് കനം വെക്കുന്നത്. ഇന്നല്ലാഹ കാന അല്ലാഹു വല്ലാഹു റഊഫുല്ലാഹ് റഹീമുല്ലാഹ്, ആ രൂപത്തിൽ. ഇനിയോ
ഇനി അള്ളാഹ് എന്ന നാമത്തിന് മുമ്പ് കസ്റോ അതല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ലാമിനെ നേർപ്പിക്കണം. ബില്ലാഹി, ലില്ലാഹി, ബിസ്മില്ലാഹി. അപ്പോൾ ലാമ് തന്നെയാണ് ഈ സാധനം. എന്താവരുത്, ഇന്നല്ലാഹ് എന്ന് പറയുമ്പോൾ ലാഹ് പറയരുത്. നാവ് പുറത്തിട്ടിട്ട്, നാവ് പുറത്തിട്ട് ഇന്നല്ലാഹ ഇന്നല്ലാഹ എന്ന് നാവ് പുറത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം മാറിയാൽ അള്ളാഹുവിൻ്റെ പേര് തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം കനമുള്ള ലാമിൻ്റെയും ഈ ലാഹിൻ്റെയും ശബ്ദം സെയിമാണ്. അതേപോലെ ഫാത്തിഹയുടെ അവസാനത്തിലുള്ള ദ്വാദ്, ലിബഅദ് എന്നൊക്കെ പറഞ്ഞ ദ്വാദിൻ്റെയും ശബ്ദം, ഈ മൂന്നിൻ്റെയും ശബ്ദം സെയിമാണ്. ശബ്ദം സെയിമാണെങ്കിൽ അക്ഷരം വേറെ വേറെയാണ്, അർത്ഥവും വേറെ വേറെയാണ്. അപ്പോൾ ശബ്ദം ഒപ്പിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം ഉച്ചരിച്ചാൽ ശരിയാവില്ല, തെറ്റായിപ്പോവും, ഗുരുതരമായ തെറ്റാവും അള്ളാഹുവിൻ്റെ പേരിൽ മാറ്റം വരുത്തിയാൽ. അപ്പോൾ ഇന്നല്ലാഹ് ലാമു അവിടെ ദ്വാദാ ഉള്ളത്, അത് മൂന്നായില്ലേ. ത്വാഇൻ്റെ മുകളിൽ പുള്ളിയുള്ള ദ്വാദ് വേറെ, സ്വാദിൻ്റെ മുകളിൽ പുള്ളിയുള്ള ദ്വാദ് വേറെ, അള്ളാഹുവിലുള്ള ലാമ് വേറെ. മൂന്നാണ്. ദ്വാദിൻ്റെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഈ ലാമ് എവിടെയാണ്? നാവിൻ്റെ തലഭാഗം മേലെ മുൻപല്ലിൻ്റെ ഊനിലേക്ക് തട്ടണം. ലാമ് ലാമ്, ഇന്നല്ലാഹ കാന അല്ലാഹു, അതാണ് ലാമ്. ഇനി മറ്റേത് ലാ, അത് ത്വാഇൻ്റെ മുകളിൽ പുള്ളിയുള്ള ലാ ആണ്. ലാ അത് നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ തല ഇവിടത്തേക്ക് തരണം, നാവ് പുറത്ത് കാണണം. ഫമന്നദ്ദുലമു ആ സാധനം. ലാലിമി എന്നൊക്കെ പറയുന്ന അദ്ദുലമു എന്ന് പറയുന്ന സാധനം. ഇനി ദ്വാദ്, സ്വാദിൻ്റെ മുകളിൽ പുള്ളിയിലെ ദ്വാദ്, ഫാത്തിഹയുടെ അവസാനത്തിലുള്ള ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പോദ്യായത്തിൻ്റെ തൊട്ട് മുകളിൽ ലിബഅദി, ബഅദികും ബഅദ, അവിടേക്ക് ഉള്ളത് എന്താണ്? ദ്വാദാണ്. ഫാത്തിഹയുടെ അവസാനത്തിലുള്ളത് പോലെ ദ്വാലിനും ദ്വാദാണ്. അത് നാവിൻ്റെ നീളത്തിലുള്ള അരു, അത് അണപ്പല്ലുകളിലേക്ക് തട്ടണം. നാവിൻ്റെ നീളത്തിലുള്ള അരുഭാഗം അണപ്പല്ലുകളിലേക്ക് തട്ടണം. അപ്പോഴാണ് ദ്വാദ് ഉണ്ടാവുന്നത്. പക്ഷെ അതൊരു സാധാരണക്കാരന് എന്താ ശബ്ദം മൂന്നും സെയിം പോലെ തോന്നും. മനസ്സിലായില്ല? ലാമ് എന്ന് പറഞ്ഞാൽ കനമുള്ള ലാമും സ്വാദിൻ്റെ മുകളിൽ പുള്ളിയുള്ള ദ്വാദും തായിൻ്റെ മുകളിൽ പുള്ളിയുള്ള ദ്വാഉം ഉച്ചരിക്കുന്ന സമയത്ത് ഒരേപോലെ തോന്നുമെങ്കിലും അക്ഷരം മൂന്നും വേറെ വേറെയാണ്. ഓതിക്കോളെ, നല്ലോണം ശ്രദ്ധിക്കണം. എവിടുന്നാണ് ഒരക്ഷരം വരുന്ന സമയത്ത് അത് വാദാണോ വാ ആണോ ലാമാണോ എന്ന് മനസ്സിലാക്കി ഉച്ചരിക്കണമെന്ന് അർത്ഥം. നമ്മളിങ്ങനെ പോകാൻ പാടില്ല. ലാ എന്ന് മണിക്കണ്ട. ലാ എന്നുള്ള ലാമിന്റെ മുകളിൽ ശബ്ദം ഉള്ളതുകൊണ്ടല്ലേ ലാ എന്നാക്കിയത്. അത് എന്തിന്റെ ശബ്ദ? നമുക്ക് ശബ്ദ കൊണ്ട് ഒരു അക്ഷരം തുടങ്ങാൻ പറ്റില്ല. അതെന്തിന്റെ ശബ്ദ? തൊട്ട് മുമ്പുള്ള എന്താ? ഈ ശബ്ദുള്ള ലാമിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാ? ലാമിന്റെ മുമ്പ് എന്നാൽ അപ്പൊ ആ ചോദ്യത്തിന് മറുപടി എന്താ? തൊട്ട് മുമ്പുള്ള അക്ഷരം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ആയത്തിന്റെ അവസാനമായിരിക്കുമല്ലോ. മീമിന്റെ മുകളിൽ എന്താ ഉള്ളത്? സുക്കൂനാ? ലമ്മ. തൻവീനല്ലേ അത്? രണ്ടില്ലേ? തൻവീൻ ലാമു വന്നാൽ ഇത് ആംബിലാഹുന്നല്ലേ? ഇത് ആംബിലാഹുന്ന സമയത്ത് ലാമിന്റെ മുകളിൽ ശബ്ദം ഉണ്ടാവൂലേ? അപ്പൊ ആ ശബ്ദം എപ്പോഴാ കൊടുക്കേണ്ടത്? അപ്പോഴാ ശബ്ദം എപ്പോഴാ വരുന്നത്? ശബ്ദ കൊടുക്കണ്ടേ? ഇതാമ്പിലാകുന്ന സ്ഥലത്ത് ശബ്ദ കൊടുക്കണ്ടേ? മനസ്സിലാക്ക്. ശബ്ദ എപ്പോഴാ വരുന്നത്? കൂട്ടി ഓതുന്ന അതാ പറയുന്നത്. കൂട്ടി ഓതുന്ന സമയത്താണ് ആ നിയമം ഉണ്ടാകുന്നത്. ആ കൂട്ടി ഓതുന്ന സമയത്താണ് ഈ ഇതാമ്പിലാകുന്ന എന്ന നിയമം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ കൂട്ടി ഓതുന്ന സമയത്താണ് ശബ്ദ കൊടുക്കേണ്ടത്. നമ്മൾ നിർത്തി ഓതുന്ന സമയത്ത് ഇതാമ്പിലാകുന്ന എന്ന നിയമം ഇല്ല. കാരണം തൻവീന് വരുന്നില്ല അവിടെ. അതുകൊണ്ട് ലാമ് സാധാരണ ലാം തന്നെയാണ്, ശബ്ദില്ലാത്ത ലാമ്.
അതാ പറഞ്ഞത്. ആ ഷെദ് കണ്ടി നമ്മളത് ഇദ്ഗാമും ബിലാവുന്നാക്കി അപ്പോഴാണ് ഷെദ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ. ഷെദ്ദില്ല. അത് എല്ലാ ആയത്തിലും അങ്ങനെ തന്നെ. കുറേ ആയത്തുകൾ ഇങ്ങനെ കാണാം. റാവ് കൊണ്ട് തുടങ്ങുന്ന ആയത്തും ലാവ് കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരാൾക്ക് കൂട്ടി ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂട്ടി ഓതാം, നിർത്തി ഓതുന്നവർക്ക് നിർത്തി ഓതാം. കൂട്ടി ഓതുന്ന സമയത്ത് ഷെദ് കൊടുത്ത് ഓതണം എന്നർത്ഥം. ഞാനത് തുടങ്ങുന്നതുകൊണ്ട് അങ്ങനെ ആവരുന്നു. അതിന് ലോജിക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഓരോന്നിൻ്റെയും. അതെ അതെ. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا كدعاء بعضكم بعضا كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا. Yes. فليحذر الذين يخالفون عن أمره أن تصيبهم അന്നംരിഹി എന്നുള്ള വലിയ മദ്ദില്ല. അന്നംരിഹിന് ശേഷം വലിയ മദ്ദിന്റെ ചിഹ്നം കണ്ടില്ലേ? യുഖാലിഫൂന യുഖാലിഫൂന يخالفون عن أمره أن تصيبهم ഫിത്നത്ത് എന്ന് വേണ്ട. ഫിത്നത്ത് എന്ന് തായിന് കൽക്കലത്തില്ല. കൽക്കലത്തുള്ള 5 അക്ഷരങ്ങൾ അഞ്ച് അക്ഷരങ്ങൾക്ക് മാത്രമാണ് കൽക്കലത്തുള്ളത്. എന്ന് പറഞ്ഞാൽ സുക്കൂന്റെ സമയത്ത് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഫിത്നത്ത് എന്ന് പറയാൻ പറ്റില്ല. ഫിത്നത്തുൻ എന്നേ പറയാൻ പറ്റും. തായിനിക്ക് കൽക്കലത്തില്ല. ഫിത്നത്ത് എന്ന് വേണ്ടെന്നല്ല പറഞ്ഞത്. ഫിത്നത്ത് എന്ന് വേണ്ട. ഫിത്നത്തുൻ അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല. കൽക്കലത്ത് എന്നുള്ളത് സുക്കൂനുള്ള സമയത്ത് പ്രസ് ചെയ്യുക, സുക്കൂനുള്ള സമയത്ത് ഒന്ന് സ്ട്രെസ് ചെയ്ത് ഓതുക എന്നുള്ളത് 5 അക്ഷരങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അക്ഷരങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. തൊട്ടും ഇപ്പം നമ്മൾ ഈ ആയത്തിന്റെ തുടക്കം കണ്ട ലാ തജ്അലു എന്ന് ഓതിയില്ലേ? ലാ തജ്അലു എന്ന് ഓതാൻ പറ്റൂല. കാരണം ജീമിന് കൽക്കലത്ത് ഉണ്ട്. അതുകൊണ്ട് പ്രസ് ചെയ്യണം. സുക്കൂനുള്ള സമയത്തൊന്ന് ജീന്ന് ആക്കണം. തജീന്ന് ഓതണം. തജ്അലു എന്നേ ഓതാൻ പറ്റൂ. തജ്അലു എന്ന് ഓതാൻ പറ്റൂല. കാരണം ആ 5 അക്ഷരത്തിൽപ്പെട്ടതാണ് ജീമ്. ചാ അതിലില്ല. അതുകൊണ്ട് ഫിത്നത്തുൻ ഓതരുത് എന്ന് പറയുന്നത്. ഫിത്നത്തുൻ നേർപ്പിക്കുക എന്നുള്ളതല്ല. കൽക്കല എന്ന് പറഞ്ഞാൽ സുക്കൂന്റെ സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റുക, പറ്റാതിരിക്കുക എന്നർത്ഥം. അതാ കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ. തജ്അലു എന്നുള്ള സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റുന്നത്. ഫിത്നത്ത് എന്നുള്ള തായിന് സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റൂല. തീന്ന് പറയാൻ പറ്റൂല. തീന്നുള്ള ഉച്ചാരണം തായിനിക്കില്ല. ഫിറ്റ് അറ്റ് എന്നേ ഉണ്ടോ? ഐനല്ല തുസീബഹും أن تصيبهم فتنة أو يصيبهم عذاب أليم. ألا إن لله ما في السماوات والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم. شيء അല്ല ഷൈഇൻ ഹംസ അല്ല. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. والله بكل شيء عليم. സൂറത്തുൽ നൂർ കഴിഞ്ഞു. സൂറത്തുൽ ഫുർഖാൻ.
ഫുർഖാൻ. ഖുർആന്റെ മറ്റൊരു പേരാണ്. ഖുർആന്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ. ഖുർആനിന്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ. ഖുർആനുൽ അദീം എന്നുള്ളത് പോലെ ഫുർഖാനുൽ അദീം എന്നും ഖുർആന് പേരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. الذي له ملك السماوات والأرض ولم يتخذ ولدا. അവിടെ അങ്ങനെ തന്നെ യത്തഖിദ് എന്ന് വേണ്ട, എന്നുള്ള ഉച്ചാരണം ദാലിനില്ല, സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റില്ല, കൽക്കലത്തില്ല. വലം യത്തഖിദ് എന്നാക്കണ്ട. വലം യത്തഖിദ് വലദ. വലം യത്തഖിദ് വലദ. ولم يتخذ ولدا. ولم يتخذ ولدا. يتخذ خاء അല്ല, അത് ഖാ അല്ലേ, കനമുള്ള ഖാ. യത്തഖി. ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. അവിടെ ഒന്നും കൂടെ ഖലഖ, അവിടെ ഖാ ഉണ്ട്. ഷൈഇൻ ഫ, അവിടെ മണിക്കണം. തഖ്ദീറ, ഖാഫിന് ഖൽഖലത്ത് കൊടുക്കണം. وخلق كل شيء فقدره تقديرا. തഖ്ദീറ എന്ന് പറയാൻ പറ്റില്ല, കാരണം വേണ്ടടുത്ത് കൊടുക്കുന്നില്ല. ഖാഫിന് ഖൽഖലത്ത് ഉണ്ട്. ഖുത്ബ് ജദ് ഖാഫ്, ഖാഫ് അതിൽ പെട്ടതാണ്, അഞ്ചക്ഷരത്തിൽ. ഖാഫ് ഖാ ബ ജീം ദാൽ. അപ്പൊ തഖ്ദീറാന്ന് പറ്റൂല. പിന്നെന്ത് വേണം? തഖ്ദീറാന്ന് പറ്റൂല, പിന്നെന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. കൽക്കലത്തുണ്ട് ഖാഫിനിക്ക്. ഫഖദ്ദറഹു തഖ്ദീറ എന്നേ ഓതാൻ പറ്റൂ, എന്ന് തന്നെ ഓതണം. ഈ അഞ്ചക്ഷരങ്ങൾക്ക് അഞ്ചക്ഷരങ്ങളെ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അഞ്ചക്ഷരങ്ങളെ പ്രസ് ചെയ്യണം. അഞ്ചക്ഷരങ്ങൾക്ക് മാത്രം, 28 അക്ഷരങ്ങളിൽ 5 അക്ഷരങ്ങൾക്ക് മാത്രമേ കൽക്കലത്തുള്ളൂ. അതിൽപ്പെട്ടതാണ് ഖാഫ്, ഖാ, ബ, ജീം, ദാൽ. അവ പ്രസ് ചെയ്തിട്ട് ഓതണം. وخلق كل شيء فقدره تقديرا. واتخذوا من دونه آلهة لا يخلقون. മണിക്കരുത്. ആലിഹത്താലാന്നുണ്ട്, അവിടെ ലാമല്ലേ. ബിലാഹുന്ന ചെയ്യണം. ബിലാഹുന്ന എന്ന് പറഞ്ഞ മണിക്കരുന്നാ. ലാമ് റാ വന്നാ മണിക്കാണ്ട് ഓതണമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ ഓതിയല്ലോ, നേരായിട്ട്. ശബ്ദല്ലേ ശേഷം. ആലിഹത്തല്ല, ആലിഹത്തൊന്നും മണിക്കരുത്. അവിടെ മണിക്കേണ്ടത് വേറെയാണ്. നൗമി, നൂന് വാവ് മീമ് യാ വന്നാലാണ് മണിക്കേണ്ടത്. ഇത് ആദ്യം ആലിഹത്തല്ല. ഈ തന്നെന്ന് കാണുന്ന ആ തൻവീന് നോക്കണ്ട, തൻവീൻ ഇല്ല അവിടെ എന്ന് വിചാരിച്ചാൽ മതി. തല്ല 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 എന്നല്ല, തല്ല ഫത്ഹ് മാത്രമുള്ള താഴെ ഉച്ചരിച്ച അത് ഖാ പറ്റൂല. വഹും ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂന.
ഖ ഖി ഖു കനമുള്ള ഖ ആണ്, ഒപ്പിക്കാൻ പറ്റൂല. ആലിഹത്തല്ല. വീണ്ടും മടിക്കുന്നുണ്ട് റബ്ബേ, വീണ്ടും ആലിഹത്തല്ലാന്നാ പറയുന്നത്. ആ തൻവീൻ എന്തിനു നോക്കുന്നത്? ആലിഹത്തല്ലാന്ന് പിന്നെ പിന്നെ തൻവീന് നോക്കിക്കഴിഞ്ഞാൽ ലാമിന് ശബ്ദം കിട്ടൂല. തൻവീന് പറയുകയും ചെയ്യും. തൻവീന് നോക്കണ്ട. തല്ല 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 അല്ല തല്ല. وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا. Yes. لأنفسهم ضرا ولا يملكون موتا ولا حياة ولا نشورا. ഒന്നുകൂടെ ولا يملكون لأنفسهم. ശ്രദ്ധിച്ച് പതുക്കെ ഓതിയാ മതി. ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا حياة ولا نشورا. ولا حياة ولا نشورا. نشورا. وقال الذين كفروا إن هذا إلا إفك افتراه. നേരെ ശ്രദ്ധിക്കുക. നമ്മൾ കുറേ വട്ടം പറഞ്ഞ നിയമങ്ങളാണ്. കഫറു വലിയ മദ്, ഹാദ വലിയ മദ്, ഇല്ല വലിയ മദ്. നിയമങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മളാവരുത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ തൻവീനു ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിന്. കുറേ വട്ടം നേരാക്കിയിട്ട് ഓതിയിട്ടുണ്ട്. ഇഫ്കു മുഫ്തറാന്ന് ഓതാൻ പറ്റുമോ? ഇഫ്കു മുഫ്തറാന്ന് തൻവീനിന് ശേഷം സുക്കൂന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരുപാട് തവണ നമ്മൾ അത് ശരിയാക്കിയതാണ്. തൻവീനു ശേഷം സുക്കൂന് വന്നു കഴിഞ്ഞാൽ തൻവീനെ കസ്റുള്ള നൂനാക്കി മറിച്ചിട്ട് ഓതണം. കസ്റുള്ള നൂനാക്കി എത്ര വട്ടം ഇത് പറഞ്ഞത്? നിങ്ങൾ തന്നെ പറഞ്ഞ്, നിങ്ങൾ തന്നെ ശരിക്കും എത്ര വട്ടം ശരിയാക്കി ഓതിയിട്ടുണ്ടത്? തൻവീനിനെ കസ്റുള്ള നൂനാക്കി മറിച്ചിട്ട് ഓതണം തൻവീനു ശേഷം സുക്കൂനോ ശബ്ദോ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇഫ്കുനി ഇഫ്തറ അത് മറക്കുന്നതാണ് ഈ പ്രശ്നം. വീണ്ടും വീണ്ടും നമ്മൾ തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് കണ്ടുവരുന്നു. ഇല്ല വലിയ മദ്, ഇല്ല വലിയ മദ്, ഹാദയും വലിയ മദ്. إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. وقالوا أساطير الأولين كتبها. അസാത്തിയല്ല ട്ടോ, അസാത്തീത ആണ്, ത അല്ല. وقالوا أساطير الأولين كتبها فهي تملى عليه بكرة
وأصيلا ഒന്നും കൂടെ وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا بكرة وأصيلا بكرة وأصيلا حسبك 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 صدق الله العظيم സൂറത്തുൽ ഫുർഖാൻ്റെ 5-ായത്ത് ഏകദേശം 1.25 പേജ് ചോദ്യം. അവസാനം ഇവിടെ ഇപ്പൊ ഇല്ല ഇപ്പുൻ ഇഫ്തറാവുന്ന ഇവിടെ നമ്മളെങ്ങനെയാണ് പറഞ്ഞത് സുക്കൂനുള്ള തൻവീനിന് ശേഷം കാഫിന്റെ മുകളിൽ തൻവീന് കണ്ട ആലാമിന് മുമ്പ് അതെ തൻവീന് അതിന് ശേഷമുള്ള അടുത്ത പദത്തിലെ തുടക്കത്തിലുള്ള അക്ഷരം സുക്കൂൻ അല്ലേ, ഫ് അല്ലേ? ആഫ് വേണം. അപ്പൊ തൻവീനും സുക്കൂനായിട്ട് ഒന്നിച്ച് പോവുക, അങ്ങനെ നമുക്ക് ഓതാൻ പറ്റും? ഒരിക്കലും ഓതാൻ പറ്റൂല. മാച്ച് ചെയ്ത് ഓതാൻ പറ്റൂല. തൻവീന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓതാൻ പറ്റൂല, സിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഡെഡ് ലോക്കാണത്, ഒരു ലോക്കാണത്. ആ ലോക്കിനെ അഴിക്കാൻ അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തൻവീനിനെ കസറിലെ നൂനാക്കി മറിക്കണം. ഇഫ്കുനി നിഫ്തറ, ഇഫ്കുനി ഇഫ്തറ. സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ അത് നമ്മൾ എവിടെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിലെ ആദ്യത്തെ 2 ആയത്തുകൾ കൂട്ടിയോതും എങ്ങനെയാ ഓതുന്നത്? സൂറത്തുൽ ഇഖ്ലാസിലെ ആദ്യത്തെ 2 ആയത്തുകൾ എങ്ങനെ കൂട്ടിയോതും? സൂറത്തുൽ ഇഖ്ലാസ് അറിയില്ലേ? ഖുൽ ഹുവല്ലാഹു, അത് ആദ്യത്തെ 2 ആയത്തുകൾ എങ്ങനെ കൂട്ടി ഓതാൻ പറ്റും? അതന്നെ, ആദ്യത്തെ 2 ആയത്തുകൾ എങ്ങനെ കൂട്ടി ഒറ്റ ആയത്താക്കിട്ട് ഓതാൻ പറ്റും? എങ്ങനെ ഓതുന്നത്? നമ്മള് സാധാരണ എങ്ങനെയാ ഓതല്? കൂട്ടി ഓതുമ്പോ സാധാരണ ആരെല്ലാം അങ്ങനെ ഓതരുത്, അത് പക്കാ തെറ്റാണ്. അങ്ങനെ ഒരു കൂട്ടിയോത്തില്ല ഖുർആനില്. അവിടെ ഇതേ സംഭവമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് കൂട്ടിയോതുന്ന സമയത്ത് തൻവീന് വരണം. അഹദിന്റെ മുകളിൽ, ദാലിന്റെ മുകളിൽ എന്താ ഉള്ളത്? ലമ്മിന്റെ തൻവീനില്ലേ? ലമ്മിന്റെ തൻവീനുണ്ട്. 2 ലമ്മ് കാണുന്നില്ല, തൻവീനല്ലേ? തൻവീന് ശേഷം അള്ളാ എന്നതിന്റെ തുടക്കത്തിൽ നമ്മൾ കൂട്ടിയോതുന്ന സമയത്ത് ഷദ്ദുള്ള ലാമാണ് വരുന്നത്. 2-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ ഷദ്ദാണ് വരുന്നത്. അള്ളാഹു എന്നുള്ള ഹംസ് കൂട്ടിയോതുന്ന സമയത്ത് പോവും. ആ ഹംസ്, അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹു സമദല്ലേ, അള്ളാഹുവിന്റെ ഹംസ് കൂട്ടിയോതുന്ന സമയത്ത് പോകും. ആ ഹംസ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ? അടുത്ത അക്ഷരം എന്ത്? എങ്ങനെയുള്ള ലാമ്? സാധാരണ ലാമാണോ ഷദ്ദുള്ള ലാമാണോ? ഷദ്ദുള്ള. അപ്പൊ എന്തായി? തൻവീന് ശേഷം ഷദ്ദ് വന്നു, അപ്പൊ കൂട്ടിയോതാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? തൻവീനിനെ കസറുള്ള നൂനാക്കണം.
കസറുള്ള നൂനാക്കി മറിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ തൻവീൻ നമ്മൾ കസറുള്ള നൂനാക്കി മറിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരു നിയമം കൂടെ അവിടെ വരുന്നു ആ സമയത്ത്. ഇവിടെ മാത്രം സ്പെഷ്യലായിട്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് എന്ന നാമത്തിന് തൊട്ട് മുമ്പ് കസർ വന്നു കഴിഞ്ഞാൽ ലാമിനെ നേർപ്പിക്കണം. ബിസ്മില്ലാഹി പറയുന്നത് പോലെ, വലില്ലാഹി എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദ് എന്നായി. അങ്ങനെ മാത്രമേ കൂട്ടിയോതാൻ പറ്റൂ. സഹിഹായ രൂപത്തിൽ ഇങ്ങനെ മാത്രമേ കൂട്ടിയോതാൻ പറ്റൂ. ഇങ്ങനെ അല്ലാത്തൊരു കൂട്ടിയോത്തില്ല. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു. ലാമിന് ഷദ്ദുണ്ട്. ലാമിന് കനമില്ലാന്ന്. ലാമ് എന്ന സ്വഭാവത്തിലേക്ക് മാറുന്നില്ല ലാമ്. അള്ളാഹു എന്ന് പറയുന്ന സമയത്തും ലില്ലാഹി എന്ന് പറയുന്ന സമയത്ത് ലാമിന് കനമുണ്ട്. ലാമിന്റെ കനം മാറുന്നില്ല. പക്ഷെ അതന്നെ രണ്ട് ലാമാണ്. കനമുള്ള ലാമിന്റെ ശബ്ദം വേറെയാണ്. ലാമ് എന്നാ പറയുന്നത്. അള്ളാഹു ലാമാണത്. ഒന്ന് ലാമാണ്, ഒന്ന് ലാമാണ്. രണ്ടും അക്ഷരം സെയിമാണ്. സ്വഭാവം വ്യത്യാസം. കനം വരുന്ന സമയത്ത് ലാമായി, കനമില്ലാത്ത സമയത്ത് ലാമായി. ഷദ് രണ്ടിനും ഉണ്ടാവും. ഷദ് രണ്ടിനും ഉണ്ട്. അള്ളാഹു എന്ന് പറയുന്ന സമയത്ത് ഷദ്ദുണ്ട്, ലില്ലാഹി എന്ന് പറയുന്ന സമയത്ത് ഷദ്ദില്ല. ലില്ലാഹി ഷദ്ദല്ല മാറുന്നത്. പിന്നെയോ ലാമിൻ്റെ സ്വഭാവം മാറും. കനമില്ലാത്ത ലാമ് കനമുള്ള ലാമ്, കലമില്ലാത്ത ലാമ് ലാമായിട്ട് പറയും, കനമുള്ള ലാമ് ലാമായിട്ട് പറയും. വാദല്ല, ലാമ് ലാമ് ലാമ്. അക്ഷരം എന്ത് അതിൻ്റെ ഉച്ചാരണ സ്ഥലം മാറുന്നില്ല. സ്ഥലം സെയിം സ്ഥലത്ത് തന്നെ വരുന്നത്. സ്വഭാവം മാത്രമേ മാറുന്നുള്ളൂ. ലില്ലാഹി എന്ന് പറയുമ്പോഴും ഉച്ചാരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ അത് മാത്രം പഠിച്ചുകൊണ്ടാണ്. ഇതും അങ്ങനെ തന്നെയാണ് ഉച്ചാരണം. മൂന്നും അതന്നെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, മൂന്നും ഒറ്റ അക്ഷരാക്കി ഓതും. വാദും തായിൻ്റെ മുകളിൽ പുള്ളിയിലെ വാവും അള്ളാഹുവിൻ്റെ ലാമിനെ ഒരേ അക്ഷരമാക്കിയിട്ട് കാണും. അത് കാണാൻ പാടില്ല. മൂന്നും മൂന്നക്ഷരമാണ്. മൂന്ന് അർത്ഥമാണ്. മനസ്സിലായിട്ടില്ല? കുറേ ഇങ്ങനെ മനസ്സിലാക്കാനുണ്ട് ഇഷ്ടം പോലെ. പിന്നെ നൂലാമാലകൾ. ഇന്നല്ലാഹ എന്ന് പറയുമ്പോഴും തൻവീന് വരുന്നതുകൊണ്ട് മാത്രമാണ് പ്രശ്നം. തൻവീന് വന്നു കഴിഞ്ഞാൽ ശേഷം സുക്കൂനോ ശബ്ദോ വന്നു കഴിഞ്ഞാൽ ലോക്കായി, ഓതാൻ പറ്റൂല അവിടെ. അപ്പോൾ ഓത്ത് സൗകര്യപ്പെടുത്താൻ വേണ്ടി അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്യണമെങ്കിൽ തൻവീനെ മാറ്റണം. തൻവീനെ കസറുള്ള നൂനാക്കി മറിക്കുന്നു. കൂട്ടി ഓതാത്ത സമയത്ത് പ്രശ്നമില്ല. നിർത്തുന്ന സമയത്ത് സുക്കൂനുണ്ടല്ലോ നിർത്തും. ഖുൽ ഹുവല്ലാഹു അഹദ്. ഏത് തൻവീനാണെങ്കിൽ നിർത്തുമ്പോൾ സുക്കൂനുണ്ടല്ലോ നിർത്തും. അല്ലാഹു സമദ്. കൂട്ടി ഓതുമ്പോഴാണ് എന്ത് വരുന്നത്, ലോക്കാവുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നാളെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും മറക്കും. ഇതിൻ്റെ ഒരു സ്വഭാവം. തജ്വീദിന്റെ നിയമങ്ങൾ അങ്ങനെ ഖുതുബ് ഈ 5 അക്ഷരങ്ങൾ സ്വന്തമായി സുക്കൂൻ ചെയ്യുന്ന അക്ഷരങ്ങൾ എഴുതിയാൽ മതി. ഖാഫ്, ഖാ, ബ, ജീം, ദാൽ. 5 അക്ഷരങ്ങൾ എഴുതിയിട്ട് സ്വന്തമായി സുക്കൂൻ ചെയ്യുന്ന അക്ഷരങ്ങൾ. ബാക്കി എല്ലാ അക്ഷരങ്ങളും സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റാത്ത അക്ഷരങ്ങൾ. സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റും. ഖ് എന്ന് പറയാൻ പറ്റും, പ് എന്ന് പറയാൻ പറ്റും, ജി എന്ന് പറയാൻ പറ്റും, ദ് എന്ന് പറയാൻ പറ്റും, ബ് എന്ന് പറയാൻ പറ്റും. ബാക്കിയുള്ള ഒരു അക്ഷരങ്ങളൊക്കെ അങ്ങനെ പറയാൻ പറ്റൂല. തായിന് ത് എന്ന് പറയാൻ പറ്റൂല. സായിനിക്ക് സ് എന്ന് പറയാൻ പറ്റൂല. അസ്, അറ്റ് എന്നേ പറയാൻ പറ്റൂ. ലാമിനിക്ക് ല് എന്ന് പറയാൻ പറ്റില്ല. അൽ. മീമിനിക്ക് മ് എന്ന് പറയാൻ പറ്റില്ല. അസ്, അഷ്, അം, അൽ, അർ എന്നേ പറയാൻ പറ്റൂ. റ് എന്നില്ല, ല് എന്നില്ല, മ് എന്നില്ല.
അല്ലാത്തത് വരുമ്പോ നിർത്തി ഇതാവുമ്പോ സുക്കൂന് കൊടുത്തിട്ട് തന്നെ പറയണം. സുക്കൂൻ സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സ്വഭാവം. എന്ന് പറയാൻ പറ്റും. എന്ന് സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റുന്ന അക്ഷരങ്ങളാണ് ഈ 5 അക്ഷരങ്ങൾ. എന്തായി? ക്ലാസ്സിന് സമയം. നമ്മള് മിനിയാന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ? ഓരോന്നും ഓരോന്ന് പറഞ്ഞ് വായിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് ഫസ്ദ്, ഹിജാമ. ഫസ്ദ് എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുക, കൊമ്പ് വെച്ച് അവരെടുക്കുക. ഹിജാമ എന്ന് പറഞ്ഞാൽ കപ്പിംഗ് തെറാപ്പി. ഹിജാമ എന്ന് പറഞ്ഞാൽ കപ്പിംഗ് തെറാപ്പി, കുത്തിവെപ്പ്. കൊമ്പ് വെക്കുക, കുത്തി വെക്കുക. അതും ഇതായിട്ട് നോക്ക്. അറബിയിലത്തെ വാക്കുകൾ ഖസ്സുൽ ദുഫരി എന്ന് പറഞ്ഞാൽ നഖം വെട്ടുക. അപ്പം ഷാരിബി എന്ന് പറഞ്ഞാൽ, ഷാരിബ് എന്ന് പറഞ്ഞാൽ മീശ, മീശ വെട്ടുക. എന്നാലും ഉള്ളൂർക്കൽ സുന്നത്താണ്. ഷാരിബ് എന്ന യഥാർത്ഥത്തിൽ അതിൻ്റെ പദാർത്ഥം, ഷാരിബിൻ്റെ ഒരു വാക്കർത്ഥം നോക്കിക്കഴിഞ്ഞാൽ കുടിക്കുന്നവൻ. ഷെരിബ കുടിച്ചു, ഷാരിബ് കുടിക്കുന്നവൻ. ഷാരിബുൽ ഖംർ എന്നൊരാളെ പറയുന്നത് ഷാരിബുൽ ഖംർ. ഷാരിബുൽ ഖംർ എന്ന ആളെ സൗദിയിൽ പറയല്ലേ, കള്ളു കുടിക്കുന്നവൻ. നമ്മളിവിടെ ഷാരിബ് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവൻ എന്നാ പറയുന്നത്. കാരണം എന്താ, നമ്മളിപ്പോൾ വെള്ളം വലിയ മീശ ഉണ്ടെങ്കിൽ വായിലേക്ക് വെള്ളം വെക്കുന്ന സമയത്ത് ഫസ്റ്റ് കുടിക്കുന്ന ആരാ? മീശമേല. അതുകൊണ്ടാക്കി മീശക്ക് കുടിക്കുന്നവൻ എന്ന അർത്ഥത്തിലേക്കുള്ള ഷാരിബ് എന്ന് വന്ന പേര്. ഹൽഖുർ റഅസി, തലമുണ്ടനം ചെയ്യുക. കൈ എന്ന് പറഞ്ഞാൽ ഛർദിക്കൽ. വാവ് ആൻഡിന്റെ അർത്ഥത്തിനിക്ക്. എല്ലായിടത്തും വാവില്ലേ? ഹംലു, അതൊക്കെ ആൻഡിന്റെ അർത്ഥത്തിനിക്കാണ്. ആൻഡ് ആൻഡ് ആൻഡ്, അതും 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 എന്ന അർത്ഥത്തിനിക്ക്. ഛർദി, വോമിറ്റിംഗ്. ഖുൻസൽ മുഷ്കിലിനെ തൊടുക. പെണ്ണാണോ ആണോണെന്ന് അറിയാത്ത ഹുൻസ, ഹിജട. പിന്നെ അമ്രത് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്, കുട്ടി. മീശ മുളക്കാത്ത ചെറിയ ആൺകുട്ടികളെ കുറിച്ചാണ് അമ്രത് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും അങ്ങനെയുള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളുമായിട്ടുള്ള ഫിത്തിന പെണ്ണിനേക്കാളുള്ള ഫിത്തിനേക്കാൾ കൂടുതലാണ്. സഗീറത്ത് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടി. പിന്നെ അബ്രസ് പറഞ്ഞ ആരാ?
അത് സഗീറത്ത്. ആ സഗീർ സഗീറത്ത്. സഗീറത്ത് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടി. അബ്രസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട്. കൊല്ലപ്പാണ്ടുള്ള രോഗിയെ തൊട്ടാൽ വൽ കാഫിരി. ആനത്ത് എന്ന് പറഞ്ഞാൽ ഗുഹ്യരോമം. ഗുഹ്യരോമം തൊട്ടാലും വുളു ചെയ്യണം. നോക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വൃഷ്ണം. ആണുങ്ങൾ ടെസ്റ്റിക്കിൾസ്. ടെസ്റ്റിക്കിൾസിനെ ഉൻസൈൻ എന്ന് പറയുന്നത്. വാസലിൽ ഫഖ്ദി, തൊടയുടെ തുടക്കം ഭാഗം. തുടക്ക ഭാഗം അവിടെ തൊട്ടാൽ വുളു ചെയ്യണം. സുന്നത്താണ്. ബാത്തിനിൽ അല്യത്തി, ചന്തിയുടെ ഉൾഭാഗം തൊട്ടാലും വുളു ചെയ്യണം. ആ വുളു മുറിയുന്ന എവിടെയാ? വുളു മുറിയുന്ന എവിടെയാ? അതിന്റെ ദ്വാരത്തിൽ തൊട്ടാലാണ് വുളു മുറിയുന്നത്. അതിന്റെ ഉൾഭാഗത്തേക്ക്, സാധാരണ ആ ദ്വാരമല്ലാത്ത ഉൾഭാഗത്തേക്ക് തൊട്ടാൽ വുളു ചെയ്യൽ സുന്നത്താണ്. പിന്നെ അന്യസ്ത്രീയുടെ രോമം, അന്യസ്ത്രീയുടെ നഖം. വസിന്നിഹ, പല്ല്. സിന്ന് എന്ന് പറഞ്ഞാൽ പല്ല്. അത് പറഞ്ഞിട്ടില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടാ. വെറുതെ ക്ലാസ് മാത്രമായി. അപ്പൊ പെണ്ണിനെ തൊട്ടാൽ, വലിയ മുതിർന്ന അജനബിയത്തായ പെണ്ണിനെ തൊട്ടാൽ വുളു മുറിയും. പിന്നെയോ അവളുടെ മുടിയോ നഖമോ പല്ലോ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയില്ല. പക്ഷെ വുളു ചെയ്യൽ സുന്നത്താണ്. അതേപോലെ വൽ ഉളുവിൽ മുബാൻ. ഉളുവിൽ മുബാൻ എന്ന് പറഞ്ഞാൽ വൽ ഉളുവിൽ മുബാനി മിൻഹ, പെണ്ണിൽ നിന്നും വേർപെട്ട അവയവം, അതിനെ തൊട്ടാലും വുളു ചെയ്യൽ സുന്നത്താണ്. പെണ്ണിനെ തൊട്ടാൽ വുളു മുറിയും. ഇനി പെണ്ണിൽ നിന്നൊരു അവയവം വേർപെട്ടു, ആ അവയവത്തെ തൊട്ട് കഴിഞ്ഞാൽ വുളു എടുക്കൽ സുന്നത്താണ്. ഒരു വിരൽ, പെണ്ണിൻ്റെ ഒരു വിരൽ മുറിഞ്ഞു പോന്നു, ആ വിരലിനെ തൊട്ടു, എന്നാൽ വുളു ചെയ്യൽ സുന്നത്താണ്. വൽ ഉളുവിൽ മുബാൻ, മുറിഞ്ഞു വീണ അവയവം, മിൻഹ, പെണ്ണിൽ നിന്നും മുറിഞ്ഞു വീണ അല്ലെങ്കിൽ അറ്റുപോയ അവയവം, അതിനെ തൊട്ടാലും വുളു ചെയ്യൽ സുന്നത്താണ്. ശരീരത്തിലുള്ള സമയത്ത് തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും. ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ തൊട്ടാൽ വുളു മുറിയില്ല, പക്ഷേ വുളു എടുക്കൽ സുന്നത്താണ്. അതേപോലെ ഫർജിൽ ബഹീമ. എന്താണ്? മൃഗത്തിൻ്റെ ഗുഹ്യ ഭാഗം, മൃഗത്തിൻ്റെ മുൻദ്വാരം പിൻദ്വാരം. ബഹീമ എന്ന് പറഞ്ഞാൽ മൃഗം, അനിമൽസ് എന്നർത്ഥം. ബഹീമ എന്ന് പറഞ്ഞാൽ അനിമൽ. അപ്പം മൃഗത്തിൻ്റെ മുൻഭാഗം പിൻഭാഗം, മുൻദ്വാരം പിൻദ്വാരം, അത് തൊട്ടാലും വുളു ചെയ്യൽ സുന്നത്താണ്. നമ്മൾ നേരത്തെ വുളു മുറിയുന്ന കാര്യത്തിൽ പറഞ്ഞെന്താ? നേരത്തെ വുളു മുറിയുന്ന കാര്യത്തിലൊരു നമ്മളൊരു പിന്നെ എന്തിനെ കുറിച്ച്, ഗുഹ്യഭാഗത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യഭാഗം തൊട്ടാൽ വുളു മുറിയും. മനുഷ്യന്റെ ഗുഹ്യഭാഗം തൊട്ടാൽ വുളു മുറിയും. മൃഗത്തിന്റെ ഗുഹ്യഭാഗം, മനുഷ്യനല്ലാത്ത ബാക്കി എന്തിന്റെ ഗുഹ്യഭാഗം തൊട്ട് കഴിഞ്ഞാലും വുളു മുറിയില്ല, പക്ഷെ വുളു എടുക്കൽ സുന്നത്താണ്. അതേപോലെ വനളുറും ബിശഹ്വ, കാമാസക്തിയോടുകൂടി നോക്കുക. വനളുറും ബിശഹ്വ, കാമാസക്തിയോടുകൂടി നോക്കിയാലും വുളു ചെയ്യൽ സുന്നത്താണ്. അത് ഭാര്യയാണെങ്കിലും, ഭാര്യയെ മാത്രമേ അങ്ങനെ നോക്കൽ ഹലാലുള്ളൂ, ബാക്കി ആരെയാണെങ്കിലും ഹറാമാണ്. ആരെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലായില്ലേ? ഷഹ്വത്തോടു കൂടി, വികാരത്തോടു കൂടി, കാമാസക്തിയോടു കൂടി ആരെ നോക്കിയാലും വുളു ചെയ്യൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? അതേപോലെ നോക്ക്, തലഫുദും ബിമഅസിയ, അശ്ലീലം പറയുക. അശ്ലീലം പറഞ്ഞാലും വുളു ചെയ്യൽ സുന്നത്താണ്.
എന്തെങ്കിലും തെറി വിളിച്ചു, വേണ്ടാത്തരം പറഞ്ഞു, കളവ് പറഞ്ഞു, തോന്നിവാസം പറഞ്ഞു, ചെറ്റത്തരം പറഞ്ഞു, എന്നാലൊക്കെ വുളൂ ചെയ്യൽ സുന്നത്താണ്. അശ്ലീലം പറഞ്ഞാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. അതേപോലെ വഗദബുൻ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. ദേഷ്യം തണിയാൻ വുളൂ ആണ് ഏറ്റവും നല്ല മരുന്ന്. നല്ലോണം അനിയന്ത്രിതമായിട്ട്, മനസ്സിലായില്ല, കൺട്രോൾ തെറ്റുന്ന ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ തണുപ്പിക്കാൻ, അതിനെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ല മരുന്ന് എന്താ? വുളൂ ആണ്. അതേപോലെ വഖഹ്ഖഹതും ഫിസ്സലാ, നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ചാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ചാൽ വുളൂ ചെയ്യൽ സുന്നത്താണ്. അതേപോലെ വഅകുലു ലഹ്മിൽ ജസൂർ, നമുക്ക് വഅകുലു ലഹ്മിൽ ജസൂർ, അക്കുൽ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ലഹ്മു എന്ന് പറഞ്ഞാൽ മാംസം, അൽ ജസൂർ എന്ന് പറഞ്ഞാൽ ഒട്ടകം, ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കുക, എന്നാലും വുളൂ ചെയ്യൽ സുന്നത്താണ്. ഇനിയോ ഹംബലി മദ്ഹബ് പ്രകാരം, നമ്മൾ ഹറമിലൊക്കെ ഉള്ള മുസല്ല ഹംബലി മുസല്ലയാണല്ലോ, സുദൈസിയൊക്കെ നിസ്കരിക്കുന്നത് ഹംബലി മുസല്ലയാണ്. ഹംബലി മദ്ഹബ് പ്രകാരം, നമ്മൾ ഷാഫി മദ്ഹബാണ് പ്രശ്നമില്ല, ഹംബലി മദ്ഹബ് പ്രകാരം ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിഞ്ഞാൽ വുളൂ മുറിയും. വുളൂ മുറിയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കുക എന്നുള്ളത്. മാംസം കഴിക്കുക എന്നുള്ളത് വുളൂ മുറിയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഹംബലി മദ്ഹബിൽ. നമ്മളെ മദ്ഹബ് പ്രകാരം, അവരെ മദ്ഹബിൽ വുളൂ മുറിയുന്നതുകൊണ്ട് നമ്മളെ മദ്ഹബിൽ വുളൂ മുറിയില്ല, പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ വുളൂ എടുക്കൽ സുന്നത്താണ്. മനസ്സിലായോ? ഹംബലി മദ്ഹബിൽ വുളൂ മുറിയുന്നു, വുളൂ മുറിയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഒട്ടകത്തിന് മാംസം കഴിക്കുക. ഇനിയോ നമുക്ക് വുളൂ മുറിയില്ല, ഒട്ടകത്തിന് മാംസം കഴിച്ചുകൊണ്ട് നമുക്ക് വുളൂ മുറിയില്ല, പക്ഷെ അത് കഴിഞ്ഞാൽ വുളൂ എടുക്കൽ സുന്നത്താണ്. അതേപോലെ വൽ ബുലൂഗു ബിസ്സിന്ന്, നമുക്ക് വൽ ബുലൂഗു ബിസ്സിന്ന്, പ്രായം കൊണ്ട് പ്രായപൂർത്തിയാവുക, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയാവുക, എന്നാലും വുളൂ എടുക്കൽ സുന്നത്താണ്. വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞാലും വുളൂ എടുക്കൽ സുന്നത്താണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, 15 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാവും. 15 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാവും. ഇപ്പം അറബി മാസപ്രകാരം ഒരു കുട്ടിക്ക് ഇന്ന് രാത്രിയോട് കൂടിയാണ് 15 വയസ്സ് പൂർത്തിയാകുന്നത്. മനസ്സിലായ? ഇന്ന് രാത്രിയോട് കൂടിയാണ് 15 വയസ്സ് പൂർത്തിയാകുന്നത് വിചാരിക്കുക. രാത്രി 12 മണിയോട് കൂടിയല്ലേ പിന്നെ ദിവസം തീരുമാനിക്കുന്നത്. രാത്രി 12 മണിയോട് കൂടി അടുത്ത ദിവസമായില്ലേ. അപ്പോൾ ഒരുത്തനെന്ത് ചെയ്തു, രാത്രി വുളൂ ചെയ്തിട്ടുണ്ട്, ഒരു 14 വയസ്സും പിന്നെ 12 മാസം നാളെ ആവുന്ന ഒരു കുട്ടി രാത്രി വുളൂ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. ഓന് 12 മണി ആവലോട് കൂടി എന്തായി, 15 വയസ്സ് തികഞ്ഞ, പ്രായം കൊണ്ട് പ്രായപൂർത്തിയായ, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായില്ലേ. അങ്ങനെയുള്ള കുട്ടിക്ക് വുളൂ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ വയസ്സുകൊണ്ട് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ വുളൂ ചെയ്യൽ സുന്നത്താണ്. അതേപോലെ വഅദാഉ സ്വലാത്തിൻ ബിവുദൂഇൻ, വഅദാഉ സ്വലാത്തിൻ, ഒരു നിസ്കാരം നിർവഹിച്ചാലും, ബിവുദൂഇൻ, ഒരു വുളൂ കൊണ്ട് ഒരു നിസ്കാരം നിർവഹിച്ചാലും വുളൂ എടുക്കൽ സുന്നത്താണ്. ഞാൻ ഒരു വുളൂ എടുത്തു, ആ ഒരു വുളൂ കൊണ്ട് എന്ത് ചെയ്തു, ഒരു നിസ്കാരം നിർവഹിച്ചു എങ്കിൽ വുളൂ എടുക്കൽ സുന്നത്താണ്. അടുത്ത നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഈ വുളൂ തന്നെ മതിയെങ്കിലും വേറെ വുളൂ എടുക്കൽ എന്താണ്, സുന്നത്താണ്. അതിനെക്കുറിച്ചിട്ട് വുളൂ പുതുക്കുക എന്ന് പറയും. വുളൂ പുതുക്കുക, തജ്ദീദുൽ വുളൂ എന്നാണ് പറയുന്നത്. വുളൂ ഉണ്ടാക്കല്ലോ, ഓൾറെഡി അവന് വുളൂ ഉണ്ടല്ലോ, ഉള്ള വുളൂവിനെ ഒന്നും കൂടെ പുതുക്കുക. ക്ലാസ് ഉണ്ട്. വാക്കുകളൊക്കെ പഠിച്ചാൽ നല്ലത്. കുറേ വാക്കുകളുണ്ട് പുതിയ. ഈ കിതാബായിട്ട് നാട്ടിൽ നിന്ന് എന്താ നമുക്ക് കിട്ടില്ല. നാട്ടിലുണ്ട്.
നാട്ടിലുണ്ട് കിതാബ് ഖുലാസത്തുൽ പിന്നെ ഖുലാസത്തുൽ കിതാബിന്റെ പേര് ഞാൻ വൈഫ് വരുന്നുണ്ട് കൂട്ടുന്നത്. നാട്ടിൽ നിന്ന് വരുന്നുണ്ടാ? ആ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി. ഖുലാഫത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി. 180 റുപ്യ ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതെ അതെ വൈഫ് വരുന്നത്. അപ്പൊ ഞാൻ മക്കളെല്ലാം വരുന്നുണ്ടാ? ഇല്ല മക്കളില്ല, മക്കളൊക്കെ കോളേജും ഇതൊക്കെ രണ്ടാളല്ല +1 ജോയിൻ ചെയ്തു. വരാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞ ഓലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വരവുണ്ട്, അടുത്ത് വരും. ഖുലാഫത്തുൽ കുലാബ അല്ല, ഖുലാസത്തുൽ. ഖുലാസത്തുൽ സാദ് ഖാ ലാം സാദ് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി. ഫിഖ്ഹുൽ ഇസ്ലാം. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി. ഇസ്ലാമി ഫിഖ്ഹിന്റെ കിതാബ്. അത് മാർക്കറ്റിൽ അങ്ങനെ പറഞ്ഞാൽ മതി. രചയിതാവ് ബാവ ഉസ്താദ്. ബാവ ഉസ്താദിന്റെ ഖുലാസ എന്ന് പറഞ്ഞാൽ മതി. ബാവ ഉസ്താദിന്റെ ഖുലാസ എന്ന് പറഞ്ഞാൽ മതി. തരും. ഓക്കെ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.